സുൽത്താൻ ബത്തേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുക എന്നത് ബി.ജെ.പി രാജ്യവ്യാപകമായി നടത്തിവരുന്ന ഒരു പരിപാടിയാണ്. ഏറ്റവും അവസാനം നമ്മൾ മഹാരാഷ്ട്രയിൽ വരെ അത് കണ്ടു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അത് പറയുകയും ചെയ്തു. ഉപ്പുവെച്ച കലം പോലെയാണെങ്കിലും കേരളത്തിലെ ബി.ജെ.പിയിലും ഈ പ്രവണതയ്ക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ സി.കെ. ജാനുവിന് പണം നൽകിയത്. കേസിൽ ഒന്നാം പ്രതിയാണ് ബി.ജെ.പിയുടെ അധ്യക്ഷൻ സുരേന്ദ്രൻ. സുൽത്താൻ ബത്തേരി കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ സി.കെ. ജാനു നേരത്തെ തന്നെ ജാമ്യം തേടിയിരുന്നു. മൂന്നാം പ്രതി ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലയിൽ മലവയലും ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു. അതായത്, സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സി.കെ. ജാനുവിന് 50 ലക്ഷം രൂപ നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ 10 ലക്ഷം രൂപ 2021 മാർച്ച് മാസം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചും 40 ലക്ഷം രൂപ സുൽത്താൻ ബത്തേരിയിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ചും നൽകിയെന്നാണ് MSF സംസ്ഥാന പ്രസിഡന്റ് P.K. നവാസ് എല്ലാ തെളിവുകളോടും കൂടി പരാതി നൽകിയത്. അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നല്ല തെളിഞ്ഞു വന്നത്. കേസിൽ ജാമ്യം തേടുക മാത്രമാണ് സുരേന്ദ്രൻ ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ കോഴ നൽകുന്നതിനെതിരെയുള്ള IPC 171E, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കൽ ശ്രമിക്കൽ എന്നുള്ള 171F എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്രനെതിരെ കേസെടുത്തത്. സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്, വെറുതെയല്ല. അതിനും പിണറായിയുടെ പോലീസിനോട് കോടതി തന്നെ പറയേണ്ടി വന്നു സുരേന്ദ്രനെ ഒന്ന് മുട്ടിനോക്കാൻ. JRP നേതാവ് സി.കെ. ജാനുവിന് ബി.ജെ.പി പണം നൽകിയത് RSSന്റെ അറിവോടെയെന്ന് ശബ്ദരേഖയിൽ തെളിഞ്ഞു വന്നതാണ്, വെറുതെയുള്ള ആരോപണമല്ലാതെ. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും JRP ട്രഷറർ പ്രസീത അഴീക്കോടും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇതെല്ലാം പുറത്തായത്. 1 മിനിറ്റും 21 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു സംഭാഷണമാണ് പ്രസീത സുരേന്ദ്രനെതിരായി പുറത്തുവിട്ടത്. പണം ഏർപ്പാട് ചെയ്തത് RSS ഓർഗനൈസിംഗ് സെക്രട്ടറി M. ഗണേശാണെന്ന് സുരേന്ദ്രൻ ആ ഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. JRPക്കുള്ള 25 ലക്ഷമാണ് കൈമാറുന്നത് എന്നും സംഭാഷണത്തിൽ സുരേന്ദ്രൻ വിവരിക്കുന്നു. ഗണേഷ് വിളിച്ചിട്ട് സി.കെ. ജാനു തിരിച്ച് വിളിച്ചില്ലേ എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അത് വിളിച്ചേർപ്പാടാക്കിയിരുന്നുവെന്നും എങ്ങനെയാണ്, എവിടെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയായിരിക്കും ഗണേശൻ വിളിച്ചിട്ടുണ്ടാവുക എന്നുകൂടി സുരേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു. 25 ലക്ഷം തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമാണത് എന്നും, അതായത് നിങ്ങളുടെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു 25 തരാൻ ഗണേഷ് ജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും തരുമെന്നും സുരേന്ദ്രൻ പറയുകയാണ്. അങ്ങനെ 50 ലക്ഷം. ബാക്കി കാര്യങ്ങൾ അവിടുത്തെ മണ്ഡലം പാർട്ടിക്കാരാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സി.കെ. ജാനുവിനോട് തിരിച്ചു വിളിക്കാൻ പറയൂ. ഗണേഷ് ജി വിളിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഗണേഷ് ജി ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ലേ? സംസ്ഥാന RSS ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് അദ്ദേഹം. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അതാണ് ഗണേഷ് ജിയെ ഏൽപ്പിച്ചത് എന്നും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന വാക്കുകളാണ് കേരളമല്ല ഈ ലോകം തന്നെ ഒരു സമയത്ത് കേട്ടത്. അതുപ്രകാരം മാർച്ച് 26 മണിമല ഹോം റെസിഡൻസ് എന്ന ബത്തേരിയിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയലാണ് സി.കെ. ജാനുവിന് പണം കൈമാറിയത്. പൂജാ സാധനങ്ങൾ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു കാവിത്തുണിയിൽ പൊതിഞ്ഞാണ് പണം എത്തിച്ചത്. എന്നാലും കുറ്റകൃത്യം ചെയ്യുമ്പോഴും ആ പാർട്ടി സ്നേഹം കാണിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്. JRPക്ക് എന്ന് പറഞ്ഞാണ് ബി.ജെ.പി നേതൃത്വം ജാനുവിന് പണം കൈമാറിയത്. എന്നാൽ സി.കെ. ജാനു ഈ പണം ആർക്കും നൽകാതെ മുക്കി എന്നാണ് പറയുന്നത് പരാതിയിൽ. ഈ കോഴയാണ് കോടതി ഇടപെട്ടതും കേസായി മാറിയതും ഇപ്പോൾ സുരേന്ദ്രൻ എന്ന പുണ്യാളന് ജാമ്യം ലഭിച്ചതും.